ഹായ്, ഗ്രീൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കടലാസ് ചെടി അല്ലെങ്കിൽ ബൊഗൺവില്ലയുടെ ഒരു പ്രൊപ്പഗേഷനാണ്. നമുക്കൊന്ന് കണ്ടിട്ട് വരാം. വാ. ഇതാണ് നമ്മുടെ ചട്ടി. ഇത് നേരത്തെ ചെടി ഇരുന്ന ചട്ടിയാണേ. അതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത്ര ഒരു ചെറിയ ചട്ടി മതി. എന്ന് വെച്ചാൽ ചെറിയ കമ്പല്ല നമ്മൾ വെക്കുന്നത്, അതുകൊണ്ട് ചെറിയ ചട്ടി മതി. പിന്നെ നന്നായിട്ട് വെള്ളം വാർന്നു പോകാനുള്ള ഹോള് വേണം. ഇത് കണ്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മണ്ണിട്ട് കൊടുക്കാം. മണ്ണ് മാത്രം മതിയേ. മണ്ണിട്ട് കൊടുക്കുക. മണ്ണിട്ട് നിറച്ച് ഞാൻ ഇനി കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് കളഞ്ഞേക്കണേ. ചട്ടിയുടെ ഇത്രയും നമുക്ക് മണ്ണിട്ടാൽ മതിയേ. ഇനി ഒരു 2-3 കുഴി നമുക്കിത് കുഴിച്ചു വെക്കണം. അതിന് മുമ്പ് നമ്മൾ വെക്കാൻ പോകുന്ന ചെടിയുടെ ഈ ഇലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക്. ഒരു ഇളത്ത കമ്പ് വേണം നമുക്ക് വെക്കാനായിട്ട്. എന്ന് പറഞ്ഞാൽ തീരെ ഇളത്തയായി പോവുകയും ചെയ്യരുത്, മൂത്ത് പോവുകയും ചെയ്യാത്ത രീതിയിലുള്ള ഒരു സാധാ കമ്പ്. ഇതുപോലത്തെ കമ്പ് വെച്ചാൽ മതിയാകും. ഇതെല്ലാം വെക്കാനുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് ഇത് കണ്ടോ, ഇതെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇതേണ്ട ഇങ്ങനെ ചെരിച്ചൊന്ന് കട്ട് ചെയ്യണം. കണ്ടോ. അതുപോലെ നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഇല കളഞ്ഞു വയ്ക്കാം. ഇന്ന് ഞാൻ രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ കിട്ടിയതാട്ടോ. ഇതിവിടെ ഇല്ലാത്തൊരു കളറായിരുന്നു, എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു കളറായിരുന്നു. ഡാർക്ക് പിങ്കായിരുന്നു. അത് കണ്ടുകൊണ്ട് ഞാനത് അതിൽ നിന്ന് ആ വീട്ടുകാരോട് ചോദിച്ചിട്ട് 2-3 കമ്പ് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഉടനെ തന്നെ അത് കുഴിച്ചു വെച്ചില്ലെങ്കിലേ അതെവിടെ ഇരുന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് പെട്ടെന്ന് വെച്ചേക്കാന്ന് വിചാരിച്ച്. നല്ല വെയിലുണ്ട്, വെളിയിലൊക്കെ നല്ല വെയിലാണ്. നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ വളരെ മോശമല്ലേ. എപ്പോഴാ വെയിൽ എപ്പോഴാ മഴ എന്നൊന്നും പറയാൻ പറ്റാത്ത, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാലാവസ്ഥയാണ് നമ്മുടെ. വെയിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബൊഗൺവില്ലയൊക്കെ നേരത്തെ തന്നെ പൂക്കുന്ന ലക്ഷണമുണ്ട്. അപ്പോൾ ഇത് നമ്മളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. ഇതുപോലെ ചെരിച്ച് കട്ട് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 4 ചെറിയ കമ്പുകളാണ് ഇനി വെക്കാൻ പോകുന്നത്. അതിന് മുമ്പ് നമ്മൾ ചെയ്യുന്നത് 4 കുഴി കുഴിച്ച് വെക്കുക. നമ്മൾ വിരൽ വെച്ച് ഇങ്ങനെ കുഴിച്ചാലും മതി, ഒരു കമ്പ് വെച്ച് കുഴിച്ചാലും മതി. നേരെ കുഴിയാക്കി വെക്കുക. ഇതുകൊണ്ട് 4 കുഴി കുഴിച്ചു. ഒരു കമ്പ് വെച്ച് കുഴിച്ചാലും മതി കേട്ടോ. ഞാനിപ്പം എളുപ്പത്തിന് വിരൽ വെച്ച് കുഴിച്ചെന്നേ ഉള്ളേ. പിന്നെ ചെയ്യേണ്ടത് നമ്മുടെ അലോവേരയില്ലേ, അലോവേരയുടെ ഈ ജെല്ലിനകത്തോട്ട് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ഇറക്കി വയ്ക്കും. കണ്ടോ. പെട്ടെന്ന് വേര് പിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണേ. അതല്ലാതെ ഈ ബൊഗൺവില്ല വേര് പിടിപ്പിക്കാനായിട്ട് വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്. നമ്മുടെ വെള്ളത്തിൽ കുപ്പിക്കകത്തോ എല്ലാം വെള്ളത്തിൽ ഇതുപോലെ ചെറിയ തണ്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാലും കുപ്പിക്കകത്ത് വേര് പിടിച്ചു വരും. അല്ലെങ്കിൽ തെർമോക്കോളില്ലേ, തെർമോക്കോള് കട്ട് ചെയ്തെടുത്തിട്ട്, നമ്മൾ വെറുതെ കളയുന്ന ഒരു സാധനം, അത് കട്ട് ചെയ്തെടുത്തിട്ട് അതിലോട്ട് കുത്തി, അപ്പോൾ അതാകുമ്പോൾ വെള്ളത്തിൽ പൊങ്ങി കിടന്നോളുമല്ലോ. വെള്ളത്തിൽ പൊങ്ങി കിടക്കും ആ തെർമോക്കോള്. അപ്പോൾ തെർമോക്കോളിലോട്ട് കുത്തി ഇറക്കിയിട്ട് വെള്ളത്തിൽ മുട്ടത്തക്ക രീതിയിൽ ഇതിൻ്റെ തണ്ട് നിൽക്കണം. ആ രീതിയിൽ വേണേലും ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് നമുക്ക് തൈയാക്കി എടുക്കാൻ പറ്റും. ഇത് ഏറ്റവും എളുപ്പമുള്ളൊരു മെത്തേഡാണ് ഞാനിപ്പോൾ ഈ കാണിച്ചു തരുന്നത്. ജെല്ലിനകത്ത് നന്നായിട്ട് മുക്കിയെടുത്തു. കണ്ടല്ലോ. ഈ മുക്കിയെടുത്ത ഈ കമ്പ് നമ്മൾ ഈ കുഴിച്ച കുഴിയിലേക്ക് നേരെ സൈഡിലൊന്നും തട്ടാതെ നേരെ അങ്ങ് ഇറക്കി വയ്ക്കുക. കണ്ടോ. ഇറക്കി വെച്ചിട്ട് സൈഡിൽ നിന്ന് മണ്ണിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടോ. ഇനി അതിനൊരു അനക്കവും കിട്ടത്തില്ല, അവിടെ ഇരുന്നോളൂ. അയ്യോ, ചെരിഞ്ഞു പോകാതെ അവിടെ ഇരിക്കേ. കുഴിയൊക്കെയാണ് നികന്നു പോയി. കണ്ടോ. ഇതുപോലെ വെച്ചു. അടുത്ത ആളെ വെച്ചു.
അടുത്ത ആളെ വെച്ചു. അപ്പോൾ 4 പേരെ നമ്മൾ അതിനകത്തോട്ട് വെച്ച് ഇങ്ങനെ സൈഡിൽ നിന്ന് മണ്ണിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് മുറുക്കി വെച്ചെടുക്കാം. ഇനി അവിടെ ഇരുന്ന് പൊട്ടിക്കിളുത്ത് വരുമ്പോൾ ഒരു 10-15 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് പൊട്ടിക്കിളുക്കും. ഇപ്പം നന്നായിട്ട് നമുക്ക് ഇനി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, ഒരു കാര്യം കൂടി ചെയ്യണം. ഒരു കവറോ എന്തെങ്കിലും വെച്ച് ഇതിനെ ഒന്ന് കവർ ചെയ്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അന്നേരം പിന്നെ അത് വെയിലൊന്നും ഇല്ലാത്ത നല്ലതായിട്ട് തണലത്തോട്ട് നമ്മൾ ഇതുകൊണ്ട് വെക്കണം, ഇങ്ങനെ ഇരിക്കുന്ന ഇതിനെ. എന്നിട്ട് ഇതിന് മേളിലോട്ട് ഇതിനെ തട്ടാതെ മേളിലൊരു കവർ വെച്ച് ഇതിനെ ഒന്ന് അടച്ചും കൂടി വെക്കണം. അന്നേരം പെട്ടെന്ന് ഇത് കിളുത്ത് വരും. അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ തന്നെ ഇരുന്നോളും. നല്ല തണലത്താണ് നമ്മളിത് വെക്കാൻ പോകുന്നത്. അത് പൊട്ടിക്കിളുത്ത് നല്ല രീതിയിൽ വന്ന് ഒരു 10-15 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിനെ നന്നായിട്ട് വേര് പിടിക്കും. ആ വേര് പിടിച്ച് കഴിയുമ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് മാറ്റി വെക്കാൻ പറ്റും. ഓരോ ചട്ടിയിലോട്ട് മാറ്റി വെക്കാം. അത് നമുക്ക് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാവേ. നന്നായിട്ടൊന്ന് നനയ്ക്കാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചട്ടിയുടെ അടിവശം വഴി വെള്ളം വാർന്ന് പോകണം. അതുപോലെ നമുക്ക് നനയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി ഇത് നനയ്ക്കാനേ പോകുന്നില്ല 15 ദിവസത്തേക്ക് കേട്ടോ. ഈ വെള്ളം കൊണ്ട് വേണം ഇവർ കിളുത്ത് വരാനായിട്ട്. കണ്ടോ, ഇതുപോലത്തെ ചട്ടി ആയിരിക്കണം നമ്മൾ എടുക്കുന്നത്. ഈ വെള്ളമൊക്കെ ഓർന്ന് പോയി ഈ നനവിൽ വേണം ഇത് പൊട്ടിക്കിളുക്കാൻ. പൊട്ടിക്കിളുത്ത് നല്ല സുന്ദരിമാരായിട്ട് വരട്ടെ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.